ഇപ്പോൾ രാഹുൽ ഗാന്ധി നമ്മൾ കണ്ടാണ് കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പിൽ BJP നേരിടുന്ന കാര്യത്തിൽ വലിയ പരാജയമായിരുന്നു. അപ്പം ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. രാഹുൽ ഗാന്ധിയെ കൊണ്ട് മാത്രം അത് വിജയിപ്പിക്കാൻ കഴിയും? നമ്മുടെ ഈ ചർച്ച മുഴുവനും രാഹുൽ ഗാന്ധിയെ മാത്രമായിട്ട് കേന്ദ്രീകരിക്കാൻ എനിക്ക് താല്പര്യമില്ല. BJPക്കെതിരായ സമരം ഒരു രാഹുൽ ഗാന്ധി വിഷയമല്ല. BJPയുടെ പുറകിലുള്ള RSS ആണ്. RSS അടിപൊളി ഫാസിസ്റ്റാണ്. ഒരു ഫാസിസ്റ്റ് ആശയത്താൽ നയിക്കപ്പെടുന്ന RSSൻ്റെ ഒരു കെണിയിലാണ്, അതിൻ്റെ കയ്യിലാണ് BJP. അല്ല, BJPക്ക് സ്വന്തമായിട്ട് ഐഡൻറ്റിറ്റി ഒന്നുമില്ല. അപ്പോൾ RSS നയിക്കുന്ന BJP എന്ന് പറയണം, RSS BJP. ആ രാഷ്ട്രീയ വെല്ലുവിളിക്ക് മുമ്പിൽ ഒരു മതേതര ജനാധിപത്യ ഇടതുപക്ഷ നിരയുണ്ടിപ്പോൾ. നമ്മുടെ ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയ പോരാട്ടമാണത്. അതിൽ രാഹുൽ ഗാന്ധിക്ക് വലിയ പങ്ക് വഹിക്കാറുണ്ട്. അത് കോൺഗ്രസ് ലീഡർ, അത് വഹിക്കാൻ രാഹുൽ ഗാന്ധി പ്രാപ്തനാണ് എന്നാണ് രാഹുൽ ഗാന്ധിയെ പറ്റിയുള്ള എൻ്റെ വിലയിരുത്തൽ. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ചുറ്റും നിൽക്കുന്നവർക്ക് ആ രാഷ്ട്രീയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാനാകുന്നില്ല. രാഹുൽ ഗാന്ധിയെ ഉൾക്കൊള്ളാൻ സമ്മതിക്കാതെ അവരിങ്ങനെ തള്ളിവിടുകയാണ്. നിങ്ങൾ കേരളത്തിൽ പോ, വയനാട്ടിൽ പോ എന്നൊക്കെ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ പരിമിതിയല്ല. രാഹുൽ ഗാന്ധിയുടെ ചുറ്റും നിൽക്കുന്നവർ രാഹുൽ ഗാന്ധിക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന പരിമിതിയായിരിക്കാം അത്. അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കാനും തീരുമാനിക്കാനുമുള്ള അവകാശം കോൺഗ്രസിൻ്റെ അതാണ്. കോൺഗ്രസ് ചിന്തിക്കട്ടെ, കോൺഗ്രസ് തീരുമാനിക്കട്ടെ. പക്ഷേ താങ്കളുടെ അഭിപ്രായത്തിൽ രാഹുൽ ഗാന്ധി വടക്കേ ഇന്ത്യയിൽ മത്സരിക്കണം, കേരളത്തിലേക്ക് വരണം? രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാവായിട്ട് ഇന്ത്യ സഖ്യം മുഖ്യമായും രാഷ്ട്രീയമായി എതിർക്കുന്ന BJPയുടെ സാന്നിധ്യം വേറെയുള്ള പ്രധാനപ്പെട്ട യുദ്ധക്കളമായ എന്ന് ഞാൻ വിളിക്കുന്നു, ഈ പൊളിറ്റിക്കൽ ബാറ്റിലെ പ്രധാനപ്പെട്ട യുദ്ധക്കളമായ വടക്കേ ഇന്ത്യയിൽ മത്സരിക്കുന്നതാണ് രാഷ്ട്രീയമായ യുക്തി. ഒറ്റ BJPക്കാരനും ജയിക്കില്ല കേരളത്തിൽ, അതെല്ലാവർക്കും അറിയാം. ആ കേരളത്തിലെ രാഹുൽ ഗാന്ധിയെ കൊണ്ട് മത്സരിപ്പിക്കാൻ പോകുന്ന കോൺഗ്രസിൻ്റെ വാശി എന്തെന്ന് വെച്ചാൽ, കോൺഗ്രസ്സിന് ഈ രാഷ്ട്രീയ ഇക്വേഷൻ മനസ്സിലാക്കാനാകുന്നില്ല, ഇതിൻ്റെ ദേശീയ പ്രാധാന്യം ഉൾക്കൊള്ളാനാകുന്നില്ല. അതുകൊണ്ടാണ്. അല്ല, ഈ കേരളത്തിലെ കോൺഗ്രസ് ആണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു, 19 സീറ്റ് അവർക്ക് നേടാനായി. അതിൻ്റെ ഒരു ആവേശവും അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു അനുഭവം അവർക്കുണ്ട്. അതുകൊണ്ടായിരിക്കും അവർ ഇത്തവണയും കേരളത്തിലേക്ക് മത്സരിക്കണമെന്ന്. കേരളത്തിലെ കോൺഗ്രസ്സിൽ മാത്രമല്ല, എല്ലാവർക്കും അറിയാം, ഒരിക്കൽ ഒരു ചക്ക വീണപ്പോൾ ഒരു മൃഗം ചത്തു. ഒരിക്കൽ. എല്ലായ്പ്പോഴും ചക്ക വീഴ്ത്താമെന്നും എല്ലായ്പ്പോഴും മൃഗം ചാകുമെന്നും കോൺഗ്രസ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, കഷ്ടം. അത് മാത്രം. ഇന്ത്യ മുന്നണി നമ്മൾ രാഹുൽ ഗാന്ധി ഉണ്ട്, വലിയ എല്ലാ പാർട്ടിയെയും BJP ഇതര എല്ലാ പാർട്ടികളും ഉള്ളൊരു വലിയൊരു സംഘടനയാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത്. ഇന്ത്യ മുന്നണിയെ പക്ഷേ ജനങ്ങൾ എത്രത്തോളം വിശ്വസിക്കും എന്നൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. കാരണം പലപ്പോഴായും അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇന്ത്യ മുന്നണിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പുറത്തു വരുന്നു. അപ്പോൾ ജനങ്ങൾക്കൊരു വിശ്വാസം, ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്താൽ അവർക്ക് അധികാരത്തിലെത്താൻ പറ്റുമോ, അധികാരത്തിലെത്തിയാലും പരസ്പരം തല്ലി പിരിയുമോ എന്നൊരു ആശങ്ക ജനങ്ങൾക്കുണ്ടാവില്ലേ? 26 പാർട്ടികൾ ഒത്തുകൂടുന്ന മുന്നണിക്കകത്ത് പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. അതെല്ലാം എല്ലാവർക്കും അറിയാം. പക്ഷേ ആ വ്യത്യസ്ത വീക്ഷണങ്ങളെല്ലാം ഉള്ളപ്പോഴും 26 പാർട്ടികൾക്കും ഒരു പൊതു നിലപാടുണ്ട്. ആ പൊതു നിലപാട് അവരുടെ എല്ലാം പൊതു എതിരാളിയായിട്ടുള്ള RSS BJPയെ തോൽപ്പിക്കലാണ്. അതുവഴി ഇന്ത്യയുടെ മതേതര ജനാധിപത്യ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കലാണ്. പാർലമെൻ്ററി ഡെമോക്രസിയെ, ഭരണഘടനയെ കാത്തുരക്ഷിക്കലാണ്. ആ മീറ്റിംഗ് പോയിൻ്റുണ്ട് ഈ എല്ലാ പാർട്ടികളും തമ്മിൽ. അതാണ് അവർ ഒന്നിപ്പിക്കുന്നത്. ആ വഴിക്കാണ് ഈ സഞ്ചാരം. പക്ഷെ ആര് നയിക്കണം മുന്നണിയെ, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ആര് നയിക്കണം എന്നൊരു ചോദ്യം വരുന്നില്ലേ? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുത്തൻ കാര്യങ്ങളല്ല. ഈ ഇന്ത്യയിലാണ് നമ്മൾ UPA കണ്ടത്. 1ാം UPA, 2ാം UPA, അതിന് മുമ്പുള്ള കൂട്ടുകക്ഷി ഗവൺമെൻറ്റുകൾ. അന്നെല്ലാം BJPയെ പരാജയപ്പെടുത്തി കഴിഞ്ഞ് ആ പരാജയത്തിൽ പങ്കുവഹിച്ച പാർട്ടികൾ ഒരുമിച്ചിരുന്ന് നേതാവിനെ കണ്ടെത്തി പ്രധാനമന്ത്രി ഉണ്ടായി. എത്രയോ വട്ടം ഇന്ത്യ കണ്ടതാണ്. ആ കാഴ്ചകളെപ്പറ്റി നിങ്ങൾക്ക് എപ്പോഴും ചോദ്യം എന്തിനാണ്? അത് ഇത്തവണ ആവർത്തിക്കും. ഞങ്ങൾ BJPയെ പരാജയപ്പെടുത്തും, അപ്പോൾ നേതാവ് ഉണ്ടായി വരും. ആ നേതാവ് പ്രധാനമന്ത്രിയാകും. മുൻകൂട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് ഇതുവരെ BJP ഇതര സഖ്യം ഇലക്ഷനിലേക്ക് പോയിട്ടില്ല ഇതുവരെ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.